ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഏകദേശം ഒരു മെയ് മാസം, ഏപ്രിൽ മാസം, ഒരു ജൂണോട് കൂടി കാണുമെന്ന് നമുക്കറിയാം. അപ്പൊ ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് ആണിത്. സോ ലാസ്റ്റ് നിമിഷം കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ട് പോയവരും ഈ പ്രാവശ്യം ഡിഗ്രി മെയിൻസ് എഴുതി കിട്ടാത്തവർക്കുമൊക്കെ ഒരു നല്ല ചാൻസ് ആണ് വരാൻ പോകുന്നത്. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. കുറെ കാലങ്ങളായിട്ട് PSC പ്രിപ്പയർ ചെയ്തു വരുന്ന ആൾക്കാർക്ക് ഇനിയും സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞാൽ വളരെയധികം പുച്ഛമാവാനാണ് സാധ്യത. കാരണം ഇവർ കുറെ വർഷങ്ങളായിട്ട് ഇതേ സിലബസ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ പുതിയ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ മിക്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ഇത് കേൾക്കാൻ പോകുന്നത്. ഒരു 20 പേര് കേൾക്കുകയാണെങ്കിൽ 10 പേര് പുതിയ ആൾക്കാരും 10 പേര് കുറെ വർഷങ്ങളായിട്ട് പ്രിലിംസിന്റെ സിലബസ് തറ ആക്കിയ ആൾക്കാരും ആയിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, മീൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സജഷൻ ആണ്. ഇന്ന് തൊട്ടെന്നല്ല, ഇത് എന്ന് തൊട്ടാണോ കേൾക്കുന്നത്, നിങ്ങൾ എന്നാണോ റെഡി ആവുന്നത് അന്ന് തൊട്ട് ഒരു 15 ദിവസത്തെ കേരള ഹിസ്റ്ററിയുടെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നാണോ മൂഡ് വരുന്നത് ആ ദിവസം തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇടയ്ക്ക് മനുഷ്യരാണ്, ഇടയ്ക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല, പഠിക്കാൻ ഒരു രസവും ഇല്ല, ചിലർക്ക് മൂഡൊക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് പഠിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ആ ഡേ 2 വിട്ടേക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം നിങ്ങൾ ഡേ 2 പഠിക്കുക. അപ്പൊ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലഗ്രാമിലും കൊടുത്തേക്കാം. നിങ്ങൾ ഇഷ്ടമനുസരിച്ചിട്ട് വേറെ ഒന്നുമല്ല പഠിക്കാൻ പറയുന്നത്, കേരള ഹിസ്റ്ററി മാത്രമാണ്. നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒക്കെ ഒരു സീരീസ് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കേരള ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, കേരള ഹിസ്റ്ററിയുടെ ഓരോ ടോപ്പിക്കും എടുത്ത് ഓരോ ദിവസവും വൃത്തിയായിട്ട് പഠിക്കുക. അതിന്റെ കൃത്യമായിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള ഹിസ്റ്ററി, ശ്രീധര മേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായിട്ട് പഠിക്കേണ്ടത്. രണ്ടാമത് SCERT, പുതിയ SCERT, പഴയ SCERT പഠിക്കുക. ദെൻ NCERTക്ക് അധികം ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ +2ന്റെ SCERT ഫോളോ ചെയ്യുക കേരള ഹിസ്റ്ററിക്കായിട്ട്. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്താ, യൂറോപ്യന്മാരുടെ അറൈവലാണ്. അപ്പൊ ആദ്യത്തെ ദിവസം നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്യുക. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ബാക്കി ടോപ്പിക്സ് വേണമെങ്കിൽ വേറെ സബ്ജക്റ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, ആപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ പഠിച്ചോളൂ. പക്ഷേ ഇതിനൊരു 1 മണിക്കൂർ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കുക. മാക്സിമം ഇത് തന്നെ പഠിക്കുക. 1 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള, അവിടെ പോർച്ചുഗീസുകാരുടെ വരവ്, ഡച്ചുകാരുടെ വരവ്, ബ്രിട്ടീഷുകാരുടെ വരവ് പഠിക്കാനാണ് പറഞ്ഞത്, ബാക്കിയൊന്നും പഠിക്കാനല്ല പറഞ്ഞത്. വരവും അവരുടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ, അവരുടെ മിലിറ്ററി കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും. അപ്പൊ അവിടെ ഡേറ്റ് പഠിക്കണം, പോർട്ടുകൾ, കൊച്ചി, കാലിക്കറ്റിലൊക്കെ ഉണ്ടാക്കിയ പോർട്ടുകളെ പറ്റിയിട്ട് പഠിക്കുക. ആ ടൈം ലൈനിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കോൺട്രിബ്യൂഷൻസ് ഒന്നും പഠിക്കേണ്ട, ആ അറൈവല് മാത്രം പഠിക്കുക, യൂറോപ്യൻസിന്റെ വരവ് മാത്രം പഠിക്കുക. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത്, ഇതിപ്പം ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ നാളെ രാത്രി മുതൽ, അതായത് ഒരു 7 മണി തൊട്ട്, ഇപ്പൊ നാളെ ഇത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നാളെ ഇത് പഠിക്കുക. ഞാൻ ഒരു 7 മണിയാവുമ്പം ഇതിന്റെ ഒരു മോക്ക് ടെസ്റ്റ്, അതായത് അറൈവൽ ഓഫ് യൂറോപ്യൻസിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമുള്ള മോക്ക് ടെസ്റ്റ്, ആ മോക്ക് ടെസ്റ്റിനകത്ത് കേരള ഹിസ്റ്ററി ശ്രീധര മേനോൻ സാറിന്റെയും സ്പെക്ട്രത്തിനകത്ത് അറൈവൽ ഓഫ് യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് SCERT ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് അറൈവൽ മാത്രം പഠിക്കുക, ശേഷം ഈ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു PDF അനുസരിച്ചിട്ട് ഓരോ ടോപ്പിക്കും കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുവഴി നമുക്കൊരു 11 ദിവസം കൊണ്ട് ഈ ഒരു കേരള ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് പഠിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് പഠിച്ചില്ല എന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോ ബ്രീത്തിങ് സ്പേസ് ഒരുപാടുണ്ട്. ഇപ്പൊ ഒക്ടോബർ ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഏകദേശം ഒരു 5 മാസം 6 മാസം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രിലിംസിന്. പ്രതീക്ഷയാണ്, ഡിസംബർ വരെ കലണ്ടറിനകത്ത് ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു മാസങ്ങളിലേക്കാണോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിക്കുന്ന ഈ നോട്ട്സ് നാളെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റാർട്ട് ചെയ്യാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ ഞാൻ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള UPSC ടൈപ്പ് മോക്ക് ടെസ്റ്റുകൾ ഇടാം. കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു പോകും, ഈ 15 ദിവസം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് എടുത്ത് തരും. അത് കൃത്യമായിട്ട് തരുമെന്നല്ല,
തരാനായിട്ട് മാക്സിമം ശ്രമിക്കും. അതുപോലെ തന്നെ PSC ഇപ്പം 2021, 22, 23, 24, 25 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ 11 ദിവസം കൊണ്ട് നമ്മുടെ ടോപ്പിക് തീരും. 12ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ആ റിവിഷനകത്ത് എന്നെ കൊണ്ട് പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്യാം. ഏകദേശം ഒരു 10-15 MCQs സോൾവ് ചെയ്യുക, സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഇടയ്ക്ക് നമ്മൾ മൊത്തം മുകളിലൊക്കെ ദിവസങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എവിടെന്നെങ്കിലൊക്കെ സോഴ്സ് ഉണ്ടെങ്കിൽ അത് ശ്രമിക്കുക. അപ്പൊ ഓരോ ദിവസവും ഓരോ റിവിഷനാണ്. അതായത് ഏകദേശം 1 തൊട്ട് 6 ദിവസം വരെയുള്ള റിവിഷൻ ഡേ 11, 12, 13-ാം തീയതി 7 തൊട്ട് 11 വരെ റിവിഷൻ. ഏകദേശം 14ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഫുൾ നിങ്ങൾക്ക് ആ നോട്ട്സ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം ഫൈനൽ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിലായിരിക്കില്ല കേട്ടോ, ഇംഗ്ലീഷിലായിരിക്കും. അതാണ് നമുക്ക് ഈസി ആയിട്ടുള്ളത്. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം നല്ലത് ഇംഗ്ലീഷ് തന്നെയാണ്. ഇനി ഇംഗ്ലീഷ് വായിച്ചു പഠിക്കുന്നതാണ്. എനിക്കൊരു വേറൊരു സജഷൻ പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ മലയാളം കണ്ടായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ്. ഇപ്പോഴും ആ ഒരു നമ്മുടെ കംഫർട്ട് ലെവലിൽ മലയാളം ആണ് എന്ന് വെച്ചിട്ട് അതിൽ തന്നെ മുറുക്ക പിടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുറച്ചൊന്ന് മാറി ചിന്തിക്കാനായിട്ടൂടെ നിങ്ങൾ തയ്യാറാകുക. കുറച്ചൊക്കെ നമ്മൾ ഇനി ഇംഗ്ലീഷ് വായിക്കാൻ മനസ്സിലാവാത്തവരാരും ഈ കൂട്ടത്തിലല്ല, എല്ലാവരും മിടുക്കരാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ്. സോ എല്ലാവർക്കും ഇംഗ്ലീഷ് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളുടെ സമയം ആ 1.5 മണിക്കൂറിനകത്ത് പോത്തതേ ഉള്ളൂ. മലയാളം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. മിക്ക ക്വസ്റ്റ്യൻസും ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ അത്രയും മിനിറ്റ്സ് അങ്ങ് പോകും. സോ നമ്മുടെ കംഫർട്ട് ലെവലിൽ നിന്ന് കുറച്ചൊക്കെ മാറി ഒന്ന് ചിന്തിക്കാനൂടെ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് തയ്യാറാവണം. കാരണം ഇപ്പം ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഏറ്റവും മിടുക്കരായിട്ടുള്ള, ഏറ്റവും കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ളവര്, സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവര് മുന്നിലേക്ക് പോകും. അപ്പൊ റാങ്ക് ലിസ്റ്റ് അകത്ത് അവസാനം കിടക്കണോ, എത്രയും പെട്ടെന്ന് മുമ്പിലേക്ക് വരണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. കംഫർട്ട് ലെവല് ദയവ് ചെയ്തൊന്ന് മാറ്റി വെക്കുക. അപ്പം അടുത്ത ദിവസം 7 മണി തൊട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യും. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേയുടെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ ആ ഫസ്റ്റ് ഡേ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലാത്തവര് ഈ പറഞ്ഞ പോലെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം അപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ഇട്ടേക്കാം. അതായത് സ്റ്റഡി പ്ലാൻ കേരള ഹിസ്റ്ററി 2025-26 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ കൊടുത്തേക്കാം. അതിനകത്തേക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എന്നെ കൊണ്ട് പറ്റുന്ന സോഴ്സസും അതാത് ദിവസത്തെ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ടുള്ള മോക്ക് ടെസ്റ്റും ആഡ് ചെയ്തിട്ടേക്കാം. അപ്പൊ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.